വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസിന്റെ 5ാമത്തെ ചാപ്റ്റർ ആവും ഞങ്ങളെ അസോസിയേഷൻ ഓഫ് സബ്സ്റ്റൻസ്, പദാർത്ഥങ്ങളുടെ കൂട്ടായ്മ. സബ്സ്റ്റൻസ് എന്ന് വെച്ചാൽ പദാർത്ഥങ്ങളാണ് കേട്ടോ, അസോസിയേഷൻ എന്ന് വെച്ചാൽ കൂട്ടായ്മ. അപ്പോൾ നമ്മൾ ഈ പാഠത്തെക്കുറിച്ചാണ് ഇന്ന് പഠിക്കുന്നത്. നമുക്ക് കുറേശ്ശെ നോട്ട്. ആദ്യം 15 ക്വസ്റ്റ്യൻ ആൻസർ. കൂടുതൽ ഞാൻ വാരി വലിച്ച് കുറേ തന്നെന്ന് വിചാരിച്ച് നിങ്ങളത് പഠിക്കണമെന്നുണ്ടോ കുഞ്ഞുങ്ങളെ? കുറച്ച് ഒരു 15 ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ തരും. അത് പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ കമൻറ്റ് പറയാൻ ടീച്ചർ അത് പഠിച്ചു കഴിഞ്ഞു, അപ്പം ഞാൻ അടുത്തത് തരും കേട്ടോ. അങ്ങനെ നമ്മൾ പാർട്ടായിട്ട് പഠിക്കാം. ഞാൻ ടെസ്റ്റ് വായിച്ചിട്ടാണ് നോട്ട് തരുന്നത്. സയൻസ് എപ്പോഴും നിങ്ങൾ ടെസ്റ്റ് വായിച്ച് തന്നെ പഠിക്കണം കേട്ടോ. സോഷ്യലും സയൻസും ടെസ്റ്റ് എന്നാൽ ചോദിക്കും ബാക്കിയുള്ളതോ എല്ലാം അങ്ങനെ തന്നെ. എന്നാലും കൂടുതലായിട്ടും സയൻസ് സോഷ്യലും ഒക്കെ ടെസ്റ്റ് ചെയ്താൽ ചോദിക്കുന്നത് കേട്ടോ. അപ്പം നോക്കിക്കഴിഞ്ഞാൽ പാഠത്തിൻ്റെ പേര് അസോസിയേഷൻ ഓഫ് സബ്സ്റ്റൻസ് എന്നാണ്, പദാർത്ഥങ്ങളുടെ കൂട്ടായ്മ. കണ്ടോ, ഇതിൻ്റെ എല്ലാം ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പം ടെസ്റ്റ് നമുക്കൊന്ന് നോക്കാം. കണ്ടേ, ഇതാണ് ടെസ്റ്റ്. കണ്ടോ, പാഠത്തിൻ്റെ പേര് കാണാൻ പറ്റുന്നുണ്ടോ? 5ാമത്തെ. അപ്പോൾ ഇവിടെ നമുക്കൊന്ന് വായിച്ചിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാം. നോക്ക്. ഡാഡ്, വൈ ആർ സോ മെനി ഐറ്റംസ് മിക്സ്ഡ് ഇൻ ദീസ് സ്നാക്സ്? ഐ ഡോണ്ട് ലൈക്ക് സം ഓഫ് ദം അറ്റ് ആൾ. നോക്കിയേ അച്ഛാ, ഇത് എന്തിനാ അല്ലേ? പല വസ്തുക്കൾ ഈ പലഹാരത്തിൽ കൂട്ടിക്കലർത്തിയത്. ഇതിൽ ചിലത് എനിക്ക് തീരെ ഇഷ്ടമല്ല. മിക്സ്ചർ പോലെ ഒരു കാര്യമോ നിങ്ങൾ, നമ്മളെ മിക്സ്ചറില്ലേ അതുപോലെ ഒരു കാര്യമാണ് അവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, ഇതിനകത്തിലെ ചില കാര്യങ്ങളൊന്നും എനിക്ക് ഇഷ്ടമല്ല അച്ഛാ എന്നാണ് ആ കുട്ടി പറയുന്നത്. അപ്പോൾ അച്ഛൻ പറയുന്ന, ഇറ്റ് ഈസ് ദി സ്പെഷ്യാലിറ്റി ഓഫ് ദി സ്നാക്സ് ദാറ്റ് ലേറ്റർ ഗേവ് ഇറ്റ്സ് നെയിം മൈ ഡിയർ. പലഹാരത്തിൻ്റെ ഈ പ്രത്യേകതയാണ് മോനെ പിന്നീട് അതിൻ്റെ പേരായിട്ട് അങ്ങ് മാറിയത് അല്ലേ? ഒരുപാട് കാര്യങ്ങൾ ചേർന്ന് കിടക്കുന്നതുകൊണ്ട് അതിനെ മിക്സ്ചർ എന്ന് പറയുന്നത് അല്ലേ? മിച്ചർ എന്നല്ലേ നമ്മൾ സാധാരണ പറയുന്നത്, മിക്സ് അല്ലേ? മിക്സ് എല്ലാം കൂടെ ചേർന്ന മിക്സ്ചർ അല്ലേ? അപ്പം നമ്മൾ നോക്കി അവർ കഴിക്കാനിരുന്നപ്പോൾ പറയുന്നതാണ്. അപ്പോൾ നോക്ക്, യു ബൈറ്റ് ഹാവ് ഗസ്ഡ് what the boy is talking about. What are the different items in the snack? അല്ലേ, examine the snack and find out the items in it, discuss in group and make a list. ഇവിടെ നോക്കൂ, കുട്ടി എന്തിനെ പറ്റിയാണ് ഇവിടെ സംസാരിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. കുട്ടി ഇവിടെ എന്തിനെ പറ്റിയാണ് പറഞ്ഞത്? കുട്ടിയുടെ മുമ്പിലിരിക്കുന്ന പലഹാരത്തിൽ എന്തെല്ലാം വസ്തുക്കളാണുള്ളത്? ഈ പലഹാരം പരിശോധിച്ചിട്ട് ഇതിൽ എന്തെല്ലാം വസ്തുക്കളാണ് ഉള്ളതെന്ന് നമ്മൾ കണ്ടെത്തണം. ആ കുട്ടി എന്തൊക്കെയാണ് കഴിക്കുന്നതെന്ന് നമ്മൾ കണ്ടെത്തണം കേട്ടോ. എന്തെല്ലാം വസ്തുക്കളുണ്ടെന്ന് കണ്ടെത്തൂ. അവ ഗ്രൂപ്പിൽ ചർച്ച ചെയ്ത് ഒരു ലിസ്റ്റ് തയ്യാറാണ്. ഡിസ്കസ് ദ ഗ്രൂപ്പ് ആൻഡ് മേക്ക് എ ലിസ്റ്റ്. നോക്കൂ നിങ്ങൾ, അവിടെ 2 പേര് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ഈ മിക്സ്ചർ മേടിക്കത്തില്ലേ, മിക്സ്ചറിനകത്തിൽ എന്തൊക്കെയുണ്ടോ നിങ്ങളെ? എന്തൊക്കെയുണ്ട് അതിനകത്തിൽ? ചിലപ്പം കടലപ്പരിപ്പ് അല്ലേ, ചില നല്ല വിലയുള്ളതിനകത്തിൽ അണ്ടിപ്പരിപ്പും ഒക്കെ കിടക്കുന്നതാണ് അല്ലേ? പൊരിക്കടലയുണ്ട്. പിന്നെന്താ, നമ്മൾ ഈ മിക്സ്ചർ അങ്ങോട്ട് പൊട്ടിച്ച് നോക്കുമ്പോൾ ആദ്യം എടുത്ത് കഴിക്കുന്നത് എന്താ? അതിനകത്ത് കപ്പലണ്ടി ആയിരിക്കും ഇല്ലയോ? ഏറ്റവും വലിയ കപ്പലണ്ടികളൊക്കെ ഇല്ലയോ ചില ആദ്യം നമ്മൾ പറക്കുന്നത് അതായിരിക്കും ഇല്ലയോ? നിങ്ങളെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. മിക്സ്ചർ നമ്മൾ പൊട്ടിച്ച് നോക്കുമ്പോൾ ആദ്യം അതിനകത്തില്ല വലിയ കപ്പലണ്ടിയോ, അതിൻ്റെ ഒരു പ്രത്യേക രുചിയാണ്. സാധാരണ നമ്മൾ മേടിക്കുന്ന കപ്പലണ്ടിയെക്കാട്ടി നല്ല രുചിയാണ് അല്ലേ? അപ്പോൾ നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം കുഞ്ഞുങ്ങളെ. 1ാമത്തത് നോക്കിക്കേ, കുട്ടിയുടെ മുമ്പിലിരിക്കുന്ന പലഹാരത്തിൽ എന്തെല്ലാം വസ്തുക്കളാണ് ഉള്ളത്? എക്സാമിൻ ദ സ്നാക്സ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദീസ് ഐറ്റംസ് ഇനിറ്റ്. നോക്കൂ, ഗ്രൗണ്ട് നട്ട് ഉണ്ട് അല്ലേ, നിലക്കടലയുണ്ട്, ഫ്രൈഡ് ഗ്രാം പൊരിക്കടലയുണ്ട്. ഇത് ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഈ മിക്സ്ചർ ഉണ്ടാക്കുന്നത്. ചിലർ ചിപ്സ് ഇടുന്നുണ്ട് അല്ലേ, ബനാന ചിപ്സ് ഇടുന്നുണ്ട്, നൂഡിൽസുകൾ അല്ലേ, നൂഡിൽസിൻ്റെ ഇത് ഇടുന്നുണ്ട്. ഇപ്പോൾ ഇതിനകത്തിലും അത് ഇട്ടിട്ടുണ്ട്, നീളത്തിൽ കിടക്കുന്നുണ്ടോ നൂഡിൽസ്? നമുക്ക് അതിന് ഏതെങ്കിലുമൊക്കെ, കാരണം പലരും പല രീതിയിലാണ് മിക്സ്ചർ ഉണ്ടാക്കുന്നത് അല്ലേ? അപ്പോൾ അതിനകത്തിൽ എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് എഴുതി വെച്ചാൽ മതി. ഇത് തന്നെ വേണമെന്നൊന്നുമില്ല, നിങ്ങൾ കഴിക്കുന്നതിനകത്തിൽ എന്തൊക്കെയുണ്ടോ അത് എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ ആണോ നിങ്ങൾ? അടുത്തത്, വി യൂസ് എ വെറൈറ്റി ഓഫ് ഐറ്റംസ് ലൈക്ക് ദീസ് ഇൻ അവർ ഡെയിലി ലൈഫ്. യു ആൾറെഡി നോ മെനി ഐറ്റംസ് ദാറ്റ് ആർ യൂസ്ഡ് ടു പ്രിപ്പയറിംഗ് ഫുഡ്. ഹാവ് നോട്ട് യു നോട്ടീസ്ഡ് ദാറ്റ് ന്യൂ സബ്സ്റ്റൻസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ മിക്സിംഗ് ഡിഫറെൻറ്റ് ഐറ്റംസ് ഇൻ ദിസ് ഫീൽഡ് ഓഫ് അഗ്രികൾച്ചർ, ഹെൽത്ത്, കൺസ്ട്രക്ഷൻ എക്സെട്ര. ഒബ്സർവ് ദ പിക്ചർ. യു ആർ ഫെമിലിയർ വിത്ത് ദീസ് സബ്സ്റ്റൻസ് ആർ നോട്ട് യു. എന്ന് വെച്ചാൽ വൈവിധ്യമാർന്ന ഇത്തരം വസ്തുക്കൾ നാം നിത്യജീവിതത്തിൽ ഉപയോഗിക്കാറുണ്ട് അല്ലേ? നമ്മൾ ചായയൊക്കെ കുടിക്കാൻ നേരവും അല്ലാതൊക്കെ ആണെങ്കിലും നമുക്ക് വിശക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെറിയ ലുട്ടിലുടുക്കളൊക്കെ കഴിക്കത്തില്ലേ? ആഹാരം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന നിരവധി വസ്തുക്കളെക്കുറിച്ച് നമുക്കറിയാം
അല്ലേ? ആഹാരം ഉണ്ടാക്കുക, നമ്മൾ ഏതൊക്കെ തരത്തിലുള്ള ആഹാരം കഴിക്കുന്നുണ്ട് കുഞ്ഞുങ്ങളെ, നമുക്ക് തന്നെ ചിന്തിക്കാം അല്ലേ? അതൊക്കെ എന്താ, അതുപോലെ തന്നെയാണ് കൃഷി, ആരോഗ്യം, നിർമ്മാണം തുടങ്ങിയ മേഖലയിലൊക്കെ ആയിട്ട് പല വസ്തുക്കൾ കൂട്ടിച്ചേർത്ത് പുതിയ വസ്തുക്കൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ? ഇത് ഇവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, കാണാൻ പറ്റുന്നല്ലോ, പല വസ്തുക്കൾ ചേർത്തുണ്ടാക്കുന്നത്. നിങ്ങൾക്ക് പരിചയമുള്ള വസ്തുക്കളാണല്ലോ ഇവ. നോക്കൂ കുഞ്ഞുങ്ങളെ, കോൺക്രീറ്റ് അല്ലേ? കോൺക്രീറ്റ് കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ കുഞ്ഞുങ്ങളെ? സിമെൻറ്റും മണലും ഒക്കെ ഇട്ടാണ്ട് കമ്പോസ്റ്റ് അല്ലേ, വളം, അതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് അല്ലയോ? അപ്പോൾ ഇവിടെ എന്തെല്ലാം വസ്തുക്കൾ ചേർന്നാണ് നാം കോൺക്രീറ്റ് തയ്യാറാക്കുന്നത്? വിച്ച് ആർ ദ സബ്സ്റ്റൻസ് യൂസ്ഡ് ടു മേക്ക് കോൺക്രീറ്റ്? നമ്മുടെ ടെസ്റ്റിൽ ഒരു ചോദ്യം, എന്തൊക്കെയാണ് കുഞ്ഞുങ്ങളെ? വാട്ട് ആർ ദ സബ്സ്റ്റൻസ് യൂസ്ഡ് ടു മേക്ക് കോൺക്രീറ്റ്? സിമെൻറ്റ്, മണല് അല്ലേ, ജലം, മെറ്റല്, ഇതെല്ലാം ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? സിമെൻറ്റ്, സാൻഡ്, വാട്ടർ, ഗ്രാവൽ എന്നാണ് കേട്ടോ, ഗ്രാവൽ, ഇവയെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത വിച്ച് ആർ ദ ഹൗസ് ഹോൾഡ് ബയോ വേസ്റ്റ് യൂസ്ഡ് ടു മേക്ക് കമ്പോസ്റ്റ്? അങ്ങനെ ഒരു ചോദ്യമുണ്ട്, വിച്ച് ആർ ദ ഹൗസ് ഹോൾഡ് ബയോ വേസ്റ്റ് യൂസ്ഡ് ടു മേക്ക് കമ്പോസ്റ്റ്? ഇതെല്ലാം ടെസ്റ്റിലെ ചോദ്യങ്ങളാണ് കേട്ടോ. കമ്പോസ്റ്റ്, വളം, ഇവയൊക്കെ നിർമ്മിക്കാൻ വീട്ടിലെ ഏതെല്ലാം ജൈവ മാലിന്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് നമ്മൾ? കമ്പോസ്റ്റും വളവും ഒക്കെ ഉപയോഗിക്കാനേ മിക്കയിടത്തും അല്ലേ ഇത് ഉണ്ടാക്കുന്നുണ്ട്. കമ്പോസ്റ്റ്, വളം ഇവയൊക്കെ നിർമ്മിക്കാൻ വീട്ടിലെ ഏതെല്ലാം എന്താ കുഞ്ഞുങ്ങളെ ജൈവ മാലിന്യങ്ങളാണ് ഉപയോഗിക്കുന്നത്? നോക്കിക്കേ, ഒന്ന് വെജിറ്റബിൾ വേസ്റ്റ്, പച്ചക്കറിയുടെയൊക്കെ അവശിഷ്ടങ്ങൾ അല്ലേ, വെജിറ്റബിൾ വേസ്റ്റ്. പിന്നെ കൗഡങ് അല്ലേ, ചാണകം ഇടുന്നുണ്ട്. പിന്നെ ആടിൻ്റെ കാഷ്ടം ഉണ്ടല്ലോ, ആട്ടിൻ കാഷ്ടം ഇടുന്നുണ്ട്. പിന്നെന്താ കുഞ്ഞുങ്ങളെ, കരിയിലകളൊക്കെ നമ്മൾ തൂത്തുവാരി കൂട്ടിയിടത്തില്ലേ? കൂട്ടിയിട്ടിട്ട് എന്താ, അത് എല്ലാം കൂടെ ഈ ചേന, ചേമ്പ്, കാച്ചിൽ ഇങ്ങനെയൊക്കെ നടുന്നവർക്ക് കരിയിലയാണ് കൂടുതലായിട്ടും കൂട്ടിയിട്ട് ഇടുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഫുഡ് വേസ്റ്റ്, ആഹാരങ്ങളൊക്കെ കഴിച്ചതിൻ്റെ ബാക്കിയെല്ലാം വരുന്നത് കൊണ്ടിടുന്നുണ്ട്. വേസ്റ്റ് ഓഫ് ഫിഷ് ആൻഡ് മീറ്റ്, മത്സ്യത്തിൻ്റെ, നമ്മൾ മീൻ വെട്ടിയതിൻ്റെ ബാക്കിയുള്ളത് അല്ലേ, മത്സ്യം, മാംസം എന്നിവയുടെ അവശിഷ്ടങ്ങളൊക്കെ നമ്മൾ എന്തിനുപയോഗിക്കുന്നുണ്ടെന്നാണ് നിങ്ങളിവിടെ? കമ്പോസ്റ്റ്, വളം നിർമ്മിക്കാൻ വീട്ടിലെ ഏതെല്ലാം ജൈവ മാലിന്യങ്ങളാണ് ഉപയോഗിക്കുന്നതെന്നാണ് കേട്ടോ. ഓക്കെ ആണോ? അത്രയും ഇതൊക്കെയാണ് ഒന്നുകൂടെ നോക്കിയാൽ, വെജിറ്റബിൾസ് വേസ്റ്റ്, പിന്നെ കൗഡങ്, ഫുഡ് വേസ്റ്റ്, പിന്നെ വേസ്റ്റ് ഓഫ് ഫിഷ് ആൻഡ് മീറ്റ് എക്സെട്ര, പച്ചക്കറിയുടെ അവശിഷ്ടങ്ങൾ, ചാണകം, ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ, മാംസത്തിൻ്റെ അവശിഷ്ടങ്ങൾ, ഇവയെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെയാണേ? 3 ഓക്കെയാണോ നിങ്ങളെ? അടുത്തത് 4ാമത്തെ, അതിൻ്റെ തൊട്ട് താഴെയായിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതെല്ലാം കേട്ടോ. അതിൻ്റെ തൊട്ട് താഴെ, വാട്ട് ആർ ദ പെക്യൂലിയാരിറ്റീസ് ഓഫ് കോൺക്രീറ്റ്, കമ്പോസ്റ്റ് ആൻഡ് മിക്സ്ചർ ആർ നോട്ട് ദേ മെയ്ഡ് ബൈ മിക്സിംഗ് മോർ ദാൻ വൺ സബ്സ്റ്റൻസ്? ഡിസ്കസ് ചെയ്യാൻ കേട്ടോ. അതും ചോദ്യമാണ്. എന്താണെന്നറിയോ, നമ്മുടെ കമ്പോസ്റ്റ്, വളം നിർമ്മിക്കാൻ വീട്ടിലെ എന്തെല്ലാം ജൈവമാലിന്യങ്ങൾ ഉപയോഗിച്ചു അത് നമ്മൾ എഴുതി. കോൺക്രീറ്റ്, കമ്പോസ്റ്റ്, മിക്സ്ചർ എന്നിവയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാവും നിങ്ങളെ അടുത്ത ചോദ്യം. നോക്കിയേ, കോൺക്രീറ്റ്, കമ്പോസ്റ്റ്, മിക്സ്ചർ എന്നിവയുടെ പ്രത്യേകതകൾ, പെക്യൂലിയാരിറ്റീസ്, പ്രത്യേകതകൾ എന്തെല്ലാമാണ്? അവ ഓരോന്നും ഒന്നിലധികം വ്യത്യസ്ത വസ്തുക്കൾ ചേർന്നാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ? നമ്മളിപ്പോൾ പറഞ്ഞു ഏതാ, കോൺക്രീറ്റ് ചെയ്യാന്ന് പറഞ്ഞല്ലേ. കോൺക്രീറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സിമെൻറ്റ്, മണൽ, ഗ്രാവല്, വെള്ളം ഒഴിച്ചു കൊടുക്കണം, ഇതൊക്കെ ചേർന്ന് ഈ 3-4 കൂട്ടം കാര്യങ്ങൾ ചേർന്നാണ് നമ്മൾ എന്ത് ചെയ്തത്? കോൺക്രീറ്റ് ചെയ്തത്. കമ്പോസ്റ്റിൻ്റെ കാര്യം ഇപ്പം നമ്മൾ പറഞ്ഞു, എന്താ കമ്പോസ്റ്റ്? അതിനകത്തിലെ വീട്ടിലെ പച്ചക്കറിയുടെ വേസ്റ്റ്, മീൻ, ഇറച്ചി, ഇതൊക്കെ വെട്ടുന്നതിൻ്റെ വേസ്റ്റ്, ഇതൊക്കെ എല്ലാം കൂടെ കൊണ്ടിടുന്നതാണ്. എന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ചേർന്നതാണ് അല്ലേ? മിക്സ്ചർ എന്ന് പറഞ്ഞത് നമ്മൾ പറഞ്ഞു അണ്ടിപ്പരിപ്പ്, ബദാം പരിപ്പ്, എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഓരോരുത്തരും ഓരോ രീതിയിലാണ് മിക്സ്ചർ അല്ലേ. ഇതെല്ലാം കൂട്ടി എന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ചേർന്നതാണ് ഈ ഒരു കാര്യം ഉണ്ടായത് അല്ലേ. അവ ഓരോന്നും ഒന്നിലധികം വ്യത്യസ്ത വസ്തുക്കൾ ചേർന്നാണ് ഉണ്ടായിട്ടുള്ളത്. ദേ ആർ മെയ്ഡ് ബൈ മിക്സിംഗ് മോർ ദാൻ വൺ സബ്സ്റ്റൻസ്. ഓക്കെ ആണോ? മോർ ദാൻ വൺ സബ്സ്റ്റൻസ്. ഇനി ആയിട്ട് തൊട്ട് താഴെ നോക്കുന്നില്ല, പിക്ചർ ഓഫ് 2 കോമൺ ഹോം മെയ്ഡ് ഡിഷസ് ആർ ഗിവൺ ബിലോ, ഒബ്സർവ് ദം. നോക്കിയേ, സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന 2 ഡിഷസ് അവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങളെ. സാലഡ് അല്ലേ, ചിലടത്ത് സലാഡ് എന്നും പറയാം, സാലഡ് എന്നും പറയുന്നുണ്ട് കേട്ടോ. സലാഡെന്നും സാലഡ് എന്നും പറയുന്നുണ്ട് കുഞ്ഞുങ്ങളെ. പിന്നെ മാംഗോ പിക്കിൾസ് അല്ലേ, മാങ്ങ അച്ചാർ. അപ്പോൾ അതിൻ്റെയും ചോദ്യങ്ങളുണ്ട്. നോക്കിക്കേ, ഈ അതിൻ്റെ തൊട്ട് താഴെ, വിച്ച് ആർ ദ ഇൻഗ്രീഡിയൻസ് യൂഷ്വലി യൂസ്ഡ് ഇൻ സലാഡ് ആൻഡ് മാംഗോ പിക്കിൾസ്? ആർ നോട്ട് ഇൻഗ്രീഡിയൻസ്, ആർ ദേ ക്വാണ്ടിറ്റി ഇമ്പോർട്ടൻറ്റ് ഇൻ മേക്കിംഗ് ദ ഫുഡ് ഡിലീഷ്യസ്? ഇവിടെ നോക്കൂ നിങ്ങളെ, സലാഡിനകത്തിൽ എന്തൊക്കെയാണ് ഇടുന്നത്, അല്ലെങ്കിൽ മാംഗോ പിക്കിൾസ്, മാങ്ങ അച്ചാറിൽ എന്തൊക്കെയാണ് നോക്കി, അതിൻ്റെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോരുത്തരും ഓരോ രീതിയിലാണ് വെക്കുന്നത്, എന്നാലും അതിനകത്തിൽ വേണ്ടുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഉള്ളി അല്ലേ, സാലഡ് ഇടുന്നതിന് നമ്മൾ ഉള്ളി എന്തായാലും വേണം അല്ലേ. തക്കാളി, ഉപ്പ്, ക്യാരറ്റ് ഇടുന്നവരുണ്ട്. പിന്നെ സലാഡ് വെള്ളരി ഉണ്ട് അല്ലേ, നീളത്തിലുള്ള വെള്ളരിക്ക. പിന്നെ നാരങ്ങ ഇടുന്നുണ്ട് ചെറിയൊരു പുളിപ്പിന് അല്ലേ. തൈര് ഇടുന്നുണ്ട് അല്ലേ.
എന്താ ഓരോരുത്തരും ഓരോ രീതിയിലാണ്, എന്നാലും ഏകദേശം വേണ്ടുന്ന കാര്യങ്ങളാണ്. ഇനി നമ്മൾ മാങ്ങ അച്ചാർ ഇടുമ്പോഴോ മാങ്ങ വേണം അല്ലേ, ഗാർലിക്ക് വേണം, വിനാഗിരി വേണം, ഉപ്പ് വേണം, ചിലവരെന്താ പിന്നെ നമ്മൾ കായപ്പൊടി ഇടുന്നുണ്ട്, പിന്നെ അല്ലേ വെളിച്ചെണ്ണ, ഏതെണ്ണയാണോ നമ്മൾ ഉപയോഗിക്കുന്നത് ആ എണ്ണ ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ എഴുതാവുന്ന, എന്തെങ്കിലും എന്നല്ല, നമുക്കറിയാമല്ലോ ഒരു അച്ചാർ കഴിക്കുമ്പോൾ. ഇപ്പോൾ എല്ലാവരും എന്താണ് അച്ചാറിൻ്റെ പൗഡർ മേടിച്ചിട്ട് അങ്ങ് ഇടും. അപ്പോൾ ഈ കായപ്പൊടി മറ്റേ ഈ പൊടിവകകളൊക്കെ അങ്ങ് ഒഴിവാക്കിയിട്ട് എല്ലാവരും ഈ അച്ചാർ പൗഡർ എന്നും പറയുന്നത് ഇറങ്ങിയിട്ടുണ്ട് കുഞ്ഞുങ്ങളെ ഒരുപാട്. അപ്പോൾ ഇപ്പോൾ എളുപ്പ വഴിക്ക് വേണ്ടി നമ്മൾ സാധാരണ അതാണ് ഇടുന്നത് കേട്ടോ, അല്ലാതെ ഇടുന്നവരും ഉണ്ട്. എന്നാലും അപ്പോൾ വെളിച്ചെണ്ണയിൽ ഇടുന്നവരുണ്ട്, നല്ലെണ്ണയിൽ ഇടുന്നുണ്ട്. ഇത് തന്നെ എണ്ണ തന്നെ പല വിധമുണ്ട് അല്ലേ, അച്ചാറുകൾ പല രീതിയിലും പല രീതിയിൽ അല്ലേ ഇടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് എഴുതി വെച്ചേക്കണം കേട്ടോ. ഇവിടെ ഓയിലും കൂടെ എഴുതണം കേട്ടോ. ഞാൻ ഓയിൽ എഴുതിയിട്ടില്ല കുഞ്ഞുങ്ങളെ കേട്ടോ. ഓയിൽ കടുക് ഇട്ടിട്ടില്ല അല്ലേ, അച്ചാറിൻ്റെ കടുക് ഇറക്കണ്ടേ. അപ്പോൾ പ്രധാനപ്പെട്ടത് നോക്കി അങ്ങ് എഴുതിയൊന്നേ ഉള്ളൂ. എന്തൊക്കെ വേണം നിങ്ങളിതൊന്നും, കുഞ്ഞുങ്ങളല്ലേ നിങ്ങൾ, അപ്പോൾ എന്തൊക്കെയാണെന്നൊന്നും അറിഞ്ഞു ചെയ്യണം കേട്ടോ. ഓക്കെ ആണോ? അത്രയും ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അപ്പോൾ അടുത്ത് അതിൻ്റെ തൊട്ട് താഴെ ലെറ്റ്സ് പ്രിപ്പയർ എ സലാഡ്. നമുക്കൊരു സലാഡ് പ്രിപ്പയർ ചെയ്യാം. ഷാൽ വി പ്രിപ്പയർ എ ഡിലീഷ്യസ് സലാഡ് ഇൻ ദ ക്ലാസ്? വാട്ട് ആർ ദ ഇൻഗ്രീഡിയൻസ് റിക്വയർഡ് ടു പ്രിപ്പയർ എ സലാഡ്? ഡിസ്കസ് എ ഗ്രൂപ്പ്. നമുക്കിവിടെ എന്തൊക്കെയാണ് പറഞ്ഞത്? സലാഡിലും മാങ്ങാച്ചാലും സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന എന്തോ നമ്മൾ പഠിച്ചു അല്ലേ. ക്ലാസ്സിൽ രുചികരമായ ഒരു സലാഡ് തയ്യാറാക്കിയാലോ, സലാഡ് തയ്യാറാക്കുമ്പോൾ എന്തെല്ലാം ഘടകവസ്തുക്കൾ നമുക്ക് വേണമെന്ന് ഇപ്പം നമ്മൾ പഠിച്ചു അല്ലേ. എന്താ, ഒനിയൻ വേണം, ടൊമാറ്റോ വേണം, സാൾട്ട് വേണം. ഇപ്പം നമ്മൾ എന്തൊക്കെയാണ് അതിനകത്തിൽ വേണ്ടുന്നത് നമ്മൾ ക്വസ്റ്റ്യൻ ആൻസറിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. അടുത്തത് ഓരോ ഗ്രൂപ്പും അവരവർക്ക് ആവശ്യമായ വസ്തുക്കൾ എടുത്ത് സലാഡ് തയ്യാറാക്കി ക്ലാസ്സിൽ പങ്കുവയ്ക്കും ഓരോ ഗ്രൂപ്പും. അപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ ഇത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടംപോലെ സലാഡ് വരും കേട്ടോ. ഓരോ ഗ്രൂപ്പും അവർ തയ്യാറാക്കിയ സലാഡിൻ്റെ പാചകക്കുറിപ്പോ അല്ലെ റെസിപ്പി, പാചകക്കുറിപ്പിന് പറയുന്ന റെസിപ്പി എന്ന് കേട്ടോ, അവ എഴുതി അവതരിപ്പിക്കൂ എന്നൊക്കെ പറയണം. കുട്ടികൾ ഓരോരുത്തരും എടുത്ത ഓരോ സലാഡും കൊണ്ടുവരാൻ പറയണം അല്ലേ. അടുത്ത കുഞ്ഞില്ലേ, യു ഹാവ് പ്രിപ്പയർ എ സലാഡ് ബൈ മിക്സിങ് ഡിഫറെൻറ്റ് സബ്സ്റ്റൻസ് ഇൻ ഡിഫറെൻറ്റ് വേസ് അല്ലേ. ദ ഫുഡ് വി ഈറ്റ് ഡെയിലി ഇൻ മെയ്ഡ് അപ്പ് ഓഫ് മെനി സച്ച് സബ്സ്റ്റൻസ്. ലിസ്റ്റ് മോർ എക്സാമ്പിൾസ്. ഡിസ്കസ് ഓൺ ഹൗ ടു പ്രിപ്പയർ എ മാംഗോ പിക്കിൾസ്. റൈറ്റ് ദ റെസിപ്പി ആൻഡ് പ്രസൻറ്റ് ഇൻ ദ ക്ലാസ് അല്ലേ. നോക്കിയേ, വിവിധ വസ്തുക്കൾ പല രീതിയിൽ ചേർന്നാണ് നിങ്ങൾ സലാഡ് തയ്യാറാക്കിയത്. ഓരോ കുട്ടികളും അവരുടെ വീട്ടിൽ പോയി തയ്യാറാക്കുമ്പോൾ എല്ലാവരുടെയും ടേസ്റ്റ്, എല്ലാവരും വെക്കുന്ന സാലഡിന് ഒരേ രുചിയായിരിക്കും കുഞ്ഞുങ്ങളെ അല്ല അല്ലേ. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ചമ്മന്തി അല്ലേ, ചമ്മന്തി അരച്ച് സ്കൂളിൽ കൊണ്ടുവരുന്നു. 10 കുട്ടികൾ ഒരേ സാധനങ്ങൾ വെച്ച് ആ ചമ്മന്തി അരച്ചെങ്കിൽ തന്നെ ആ 10 ചമ്മന്തിക്കും 10 രുചിയായിരിക്കും അല്ലേ. എന്ന് പറയുന്ന പോലെയാണ് ഇവിടെ സാലഡിൻ്റെ കാര്യവും. സാലഡ് നമ്മൾ ഇങ്ങനെ പറഞ്ഞെങ്കിലും ഇപ്പോൾ 10 പേരുടെ സാലഡ് ഉണ്ടെങ്കിൽ അത് 10 രുചിയായിരിക്കും അല്ലേ. അതാ, വിവിധ വസ്തുക്കൾ പല രീതിയിൽ ചേർന്നാണ് നമ്മൾ സാലഡ് തയ്യാറാക്കിയത്. നാം നിത്യേനെ കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളെല്ലാം ഇങ്ങനെ പല വസ്തുക്കൾ ചേർത്തുണ്ടാക്കുന്നവയാണല്ലോ. കൂടുതൽ ഉദാഹരണങ്ങൾ ലിസ്റ്റ് കണ്ടെത്തിയിട്ട് മാങ്ങ അച്ചാർ ഉണ്ടാക്കുന്ന വിധം ക്ലാസ്സിലൊന്ന് ചർച്ച ചെയ്ത് എഴുതൂ, അവതരിപ്പിക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞ കോൺക്രീറ്റ്, കമ്പോസ്റ്റ്, മിക്സ്ചർ, ഇപ്പോൾ പറഞ്ഞ സലാഡ് അല്ലേ, മാങ്ങ അച്ചാർ, ഇവയെല്ലാം ഒന്നിലധികം ഘടകങ്ങൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. ഒരു കാര്യം മാത്രമാണോ ഈ പറഞ്ഞതിലെല്ലാം? അല്ല, ഇവയെല്ലാം എന്താണ്, മിക്സ്ചർ എന്നാണ് പറഞ്ഞത് കേട്ടോ. മിശ്രിതങ്ങളാണ്. ഇതുപോലെ ഒന്നിലധികം ഘടകങ്ങൾ ചേർന്നുണ്ടാകുന്ന ധാരാളം പദാർത്ഥങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അവ അന്വേഷിച്ച് കണ്ടെത്തൂ, അവയിലെ ഘടകങ്ങൾ തിരിച്ചറിയൂ എന്നാണ് നമ്മളോട് പറഞ്ഞത്. ഇത്രയേ ഉള്ളൂ നിങ്ങളെ. നമ്മളിനി പഠിക്കാനുള്ള എന്താണ് ഈ മിശ്രിതങ്ങൾ അല്ലെങ്കിൽ മിക്സ്ചർ എന്നാൽ എന്താണ്? എ മിക്സ്ചർ ഈസ് എ കോമ്പിനേഷൻ ഓഫ് മോർ ദാൻ വൺ സബ്സ്റ്റൻസ്. എ മിക്സ്ചർ ഈസ് എ കോമ്പിനേഷൻ ഓഫ് മോർ ദാൻ വൺ സബ്സ്റ്റൻസ്. ഒന്നിലധികം വസ്തുക്കൾ ചേർന്നുണ്ടാകുന്ന പദാർത്ഥങ്ങളാണ് മിക്സ്ചർ അല്ലെങ്കിൽ മിശ്രിതങ്ങൾ എന്ന് പറയുന്നത്. മിക്സ്ചർ അല്ലെങ്കിൽ മിശ്രിതങ്ങൾ എന്നാൽ എന്താണ്? ഒന്നിലധികം വസ്തുക്കൾ ചേർന്നുണ്ടാകുന്ന പദാർത്ഥങ്ങളാണ് മിശ്രിതങ്ങൾ. എ മിക്സ്ചർ ഈസ് എ കോമ്പിനേഷൻ ഓഫ് മോർ ദാൻ വൺ സബ്സ്റ്റൻസ്. ഓക്കെ ആണോ? 6 ക്വസ്റ്റ്യൻസും ടെസ്റ്റിലെ ചോദ്യമാണ് ഈ പറഞ്ഞത് കേട്ടോ. അഡീഷണൽ അല്ല കുഞ്ഞുങ്ങളെ. ടെസ്റ്റിൽ ഓരോന്നും എന്തുവാ, ഇപ്പം നമ്മളോട് കോൺക്രീറ്റ്, കമ്പോസ്റ്റും ഇതൊക്കെ ടെസ്റ്റിലെ ചോദ്യങ്ങളാട്ടോ. അപ്പോൾ 6 എണ്ണം ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? 6 എണ്ണം. ഇനി അതിൻ്റെ തൊട്ട് താഴെ നമ്മൾ ലെറ്റ്സ് മേക്ക് മിക്സ്ചർ. ഓരോ മിശ്രിതത്തിൻ്റെയും പേരും ഘടകങ്ങളുടെയും പട്ടികയിൽ രേഖപ്പെടുത്തി എഴുതാനാಗಿ ചോദിച്ചിട്ടുണ്ട്. അതിന് ഇവിടെ കുറേ കാര്യങ്ങൾ അതിന് മുമ്പേ പറയുന്നത്. ടേക്ക് ദ ഫോളോയിങ് മെറ്റീരിയൽസ് ഫ്രം ദ സയൻസ് കിറ്റ്. ഹൗ മെനി മിക്സ്ചർ ക്യാൻ ബി മെയ്ഡ് ഫ്രം ദെയർ? മെറ്റീരിയൽസ് റിക്വയർഡ്: വാട്ടർ, സാൾട്ട്, ഷുഗർ, ചോക്ക് പൗഡർ, ലെമൺ, ബ്ലൂ വൈട്രൽ, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, അയൺ പൗഡർ, റവ, ഗ്രീൻ ഗ്രാമ്, ബംഗാൾ ഗ്രാമ്, പാടി, ട്രാൻസ്പെറൻറ്റ് വെസൽസ്, ഗ്ലാസ് ടംബ്ലേഴ്സ്, പിന്നെ
ടെംപ്ലേറ്റ്സ് അല്ലേ, സ്മാൾ വെസൽസ് ആൻഡ് സ്പൂൺസ്, കുറേ കാര്യം ടെംപ്ലാർസുകളാണ്. ടംബ്ലാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലാസ് ആണ് കുഞ്ഞുങ്ങൾ കേട്ടോ. സ്മാൾ വെസൽസ് എക്സെട്ര. പ്രിപ്പയർ ഡിഫറെൻറ്റ് മിക്സ്ചർ ആൻഡ് ഡിസ്പ്ലേ ദം ഇൻ ദ സ്യൂട്ടബിൾ കണ്ടെയ്നേഴ്സ്. നെയിം ദ അപ്രോപ്രിയേറ്റ്ലി. ടാബുലേറ്റ് ദ നെയിം ഓഫ് ദ മിക്സ്ചേഴ്സ് മെയ്ഡ് ബൈ ഈച്ച് ഗ്രൂപ്പ് ആൻഡ് ദെയർ കോമ്പോണൻസ്. ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. ഇവിടെ ഒരു ശാസ്ത്ര കിറ്റ്, നമ്മൾ എപ്പോഴും പറയല്ലോ ശാസ്ത്ര കിറ്റിൽ നിന്നും ചുവടെ കൊടുത്തിരിക്കുന്ന വസ്തുക്കൾ എടുക്കുക, അവ ഉപയോഗിച്ച് എത്ര തരം മിശ്രിതങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും എന്നാണ് നമ്മൾ അറിയുന്നത്. കുറേ എണ്ണത്തിന്റെ പേര് തന്നിട്ടുണ്ട്. അതാ കുഞ്ഞുങ്ങളെ. ഇതിനാവശ്യമായ സാധനം, മെറ്റീരിയൽ റിക്വയർഡ്, എന്തൊക്കെ സാധനങ്ങൾ? ഓക്കെ, വെള്ളം, ഉപ്പ്, പഞ്ചസാര, ചോക്കുപൊടി, ലെമൺ, നാരങ്ങ, തുരിശ്, ബ്ലൂ വൈട്രൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തുരിശെന്നാണ് കേട്ടോ. പൊട്ടാസ്യം പെർമാംഗനേറ്റ്, ഇരുമ്പ് പൊടി, പിന്നെ അയൺ പൗഡർ എന്ന് വെച്ചാൽ ഇരുമ്പ് പൊടി, റവയുണ്ട്, റവ, പയറ്, കടല, നെല്ല്, സുതാര്യമായ പാത്രങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് അപ്പുറത്തുള്ളതിനെ ഇപ്പുറത്ത് കാണാൻ പറ്റണം കേട്ടോ. ട്രാൻസ്പെയറൻറ്റ് വെസൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കുഞ്ഞുങ്ങളെ, അകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് വെളിയിൽ കാണാൻ പറ്റണം അല്ലേ. പിന്നെ ചില്ലു ഗ്ലാസ് വേണം അല്ലേ, അതാണ് ഗ്ലാസ് ടംബ്ലാർസ് എന്ന് പറയുന്നത് കേട്ടോ. ചില്ലു ഗ്ലാസ് വേണം, ചെറിയ പാത്രങ്ങൾ, സ്പൂണുകൾ, ഇതെല്ലാം വേണമെന്നാണ് പറയുന്നത്. ഓക്കെ, എന്നിട്ട് അനുയോജ്യമായ പാത്രങ്ങളിൽ വ്യത്യസ്ത മിശ്രിതങ്ങൾ തയ്യാറാക്കി പ്രദർശിപ്പിക്കുക. ഓരോ മിശ്രിതത്തിൻ്റെയും ഉചിതമായ പേരും നൽകണം. ഓരോ ഗ്രൂപ്പും ഉണ്ടാക്കിയ മിശ്രിതങ്ങളുടെയും പേരും പദാർത്ഥങ്ങളും താഴെ പറയുന്ന പട്ടികയിൽ എഴുതുക എന്നാണ്. ഇവിടെ കുറേ എണ്ണത്തിൻ്റെ പേര് തന്നിട്ടുണ്ട് കുഞ്ഞുങ്ങളെ. അവ ഇപ്പോൾ ഒരെണ്ണം മാത്രമല്ല, ഒന്നിൽ കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ എന്ത് മാറ്റമാണ് അവിടെ സംഭവിക്കുന്നത് കേട്ടോ. ഞാനൊരു 2-3 എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. മിക്സ്ചർ പ്രിപ്പയർ അത് എഴുതിയിരിക്കുന്നുണ്ടോ, അതിൻ്റെ കോമ്പോണൻസ് ഇവിടെ നോക്കൂ കുഞ്ഞുങ്ങളെ. നാരങ്ങ വെള്ളം, ലൈം ജ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, നാരങ്ങയും വെള്ളവും, ലൈം ജ്യൂസ്. അതിനകത്ത് നമുക്കറിയാം, അതിനകത്തിൽ അടങ്ങിയിരിക്കുന്ന കോമ്പോണൻസ് അല്ലേ, കോമ്പോണൻസ് എന്താ, ഘടക പദാർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈമും ഷുഗറും വാട്ടറുമാണ് അല്ലേ. നാരങ്ങാനീര് വേണം, വെള്ളം വേണം, പഞ്ചസാര വേണം. ഇത് ഇത്രയും ഉണ്ടെങ്കിൽ എന്താ നമുക്ക് നാരങ്ങ വെള്ളം. ഇനിയിപ്പം ഷുഗർ മാറ്റിയിട്ട് അവിടെ എന്താ സാൾട്ട് ഇട്ടാലും മതി, നാരങ്ങ വെള്ളം, ഉപ്പിട്ട നാരങ്ങ വെള്ളം അല്ലേ. ഇനി ഉപ്പ് വെള്ളമാണെങ്കിലോ, സാൾട്ട് വാട്ടർ ആണെങ്കിലും അവിടെ എന്തൊക്കെ കോമ്പോണൻസ് ഉണ്ട്, ഘടകങ്ങൾ, ഉപ്പുമുണ്ട് വെള്ളമുണ്ട്. അതങ്ങനെ വേർതിരിക്കുക എന്നുള്ള എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്. ഒരു വസ്തു, ഇപ്പം നമ്മളൊരു ചായ കുഞ്ഞുങ്ങൾ, നമുക്ക് എളുപ്പം ഒരു എക്സാമ്പിൾ പറയാം. ഒരു ചായ ഇടുക എന്ന് പറയുന്നതിന് നമുക്ക് എന്ത് വേണം, വെള്ളം വേണം, തേയില വേണം, പഞ്ചസാര വേണം അല്ലേ, പിന്നെ ഏലക്ക ഇടുന്നെങ്കിൽ അത് വേണം, അതൊക്കെ അഡീഷണൽ വേണ്ടുന്ന. അപ്പം മിനിമം എന്തൊക്കെ വേണം, വെള്ളം വേണം, തേയില വേണം, പഞ്ചസാര വേണം അല്ലേ, അല്ലയോ, പിന്നെ ഇത് ഒഴിക്കാൻ പാത്രം വേണം, ഇതൊക്കെ അല്ലേ. അപ്പം എന്തൊക്കെയാ, പാത്രം അവിടെ നിൽക്കട്ടെ, എന്തൊക്കെ നമ്മൾ ചേർത്തു, വെള്ളം, തേയില, പഞ്ചസാര. അപ്പം ഈ 3 കൂടി ചേർന്നപ്പോഴാണ് നമ്മൾ എന്തുവാന്ന് പറയുന്നത്, ചായ എന്ന് പറയുന്ന ഒരു കാര്യമാവുന്നത്. ഇപ്പം പിടികിട്ടിയോ? ചായ എന്ന് പറയുന്ന ഒരു കാര്യം എന്തെല്ലാം കാര്യങ്ങൾ കൂടി ചേർന്നതാണ്, അതാണ് ഇവിടെ പറയുന്നത്. ഇപ്പം പിടികിട്ടിയോ? ഇപ്പം നമ്മളിവിടെ പറയാം, ഇവിടെ ചായ എന്ന് ഞാൻ പറഞ്ഞാൽ ഇവിടെ എന്തൊക്കെ കോമ്പോണൻസ് ഘടകങ്ങളാണെന്ന് പറയുന്നത്, ടീ വേണം, ഷുഗർ വേണം, വാട്ടർ വേണം. ഇത് 3 ഉണ്ടെങ്കിലാണ് അവിടെ ചായ ഉണ്ടാകുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നമുക്ക് കുറേ എക്സാമ്പിൾ തന്നിട്ട് കുറേ എണ്ണത്തിൻ്റെ പേര് തന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ 4 എഴുതി എടുത്തിട്ടുള്ളൂ. ഇപ്പം നാരങ്ങാവെള്ളം, ഒത്തിരി എണ്ണത്തിൻ്റെ പേര് തന്നിട്ടുണ്ടോ നിങ്ങളിവിടെ. നാരങ്ങാവെള്ളം എന്ന് വെച്ചാൽ ലൈം ജ്യൂസ്, നാരങ്ങാനീരും വെള്ളവും അല്ലേ, ലൈം, ഷുഗർ, വാട്ടർ. ഉപ്പുവെള്ളമാണെങ്കിലോ സാൾട്ട് വാട്ടർ, ഉപ്പും വേണം വെള്ളവും വേണം അല്ലേ. ഇനി പഞ്ചസാര ലായനി ആണെങ്കിലോ ഷുഗർ സൊല്യൂഷൻ എന്ന് വെച്ചാൽ ലായനി എന്നാണ് കേട്ടോ. പഞ്ചസാരയും വേണം വെള്ളവും വേണം അല്ലേ. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനി ആണെങ്കിലോ അതിനകത്ത് പൊട്ടാസ്യം പെർമാംഗനേറ്റും വേണം, അതിലൊഴിക്കാൻ ഇച്ചിരി വെള്ളവും അല്ലേ, വെള്ളവും ജലവും വേണം. മനസ്സിലായോ? അപ്പം വേറെ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ ഏതാ ഉണ്ട്, ലെമണിനകത്ത് ഈ ബ്ലൂ വൈറ്ററിൽ ഉപയോഗിച്ചാൽ അല്ലേ, സാൾട്ട്, ഷുഗർ, ഇവയൊക്കെ തമ്മിൽ ചേർന്ന് കഴിയുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് കുറേ ചോദ്യങ്ങൾ നമുക്ക് ഡി ബോക്സിൻ്റെയാണ് ഞാനിപ്പോൾ ഇവിടെ എഴുതിയേക്കുന്നത് കേട്ടോ. ഇത് ഒത്തിരി എഴുതാനുണ്ട്, കാരണം ഒരുപാട് പ്രോഡക്റ്റുകൾ നമുക്ക് തന്നിട്ടുണ്ട്. അത് തമ്മിൽ ചേരുമ്പോൾ എന്തൊക്കെ ഉണ്ടാകുന്നതെന്നാണ് കേട്ടോ. അത് നിങ്ങൾക്ക് ഇനി ഒത്തിരി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് പറയുമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പഠിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് 4 എഴുതിയുള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾ തയ്യാറാക്കിയ മിശ്രിതങ്ങളിൽ ഉപയോഗിച്ച എല്ലാ ഘടക പദാർത്ഥങ്ങളും ഒരേ അവസ്ഥയിലുള്ളവയാണോ? നമ്മളിപ്പോൾ കുറേ എണ്ണം ഇവിടെ നോക്കിക്കുക, എല്ലാം ഒരേ അവസ്ഥയിലാണോ ഉണ്ടായേക്കെന്ന് ചോദിച്ചിട്ടുണ്ട്. ഡു ആൾ ദ ഇൻഗ്രീഡിയൻസ് ഇൻ ദ മിക്സ്ചർ യു ഹാവ് പ്രിപ്പയർഡ് ബിലോങ് ടു ദ സെയിം സ്റ്റേറ്റ് ഓഫ് മാറ്റർ എന്നൊരു ചോദ്യമുണ്ട് അല്ലേ. നോ, ദേ ബിലോങ് ടു ഡിഫറൻറ്റ് സ്റ്റേറ്റ് ഓഫ് മാറ്റർ. അല്ല, വ്യത്യസ്ത അവസ്ഥകളിലുള്ളതാണ് ഇതെന്നാണ്. ഇനി അങ്ങോട്ട് കണ്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ്. ഈ ചോദ്യത്തിൻ്റെയൊക്കെ ഉത്തരവാണ് ഞാനീ പറയുന്നത് കേട്ടോ. ഇവിടെ കുറേ ചോദ്യം കണ്ടോ നിങ്ങളെ. പേജ് നമ്പർ 81 ചോദ്യങ്ങളിലാണ് ഈ എഴുതിയേക്കുന്നത് കേട്ടോ. 8ാമത്തെ ചോദ്യം. 9 നോക്കിയേ. ദ്രാവകത്തിൽ ഖരവസ്തു അലിഞ്ഞു ചേർന്ന മിശ്രിതങ്ങൾ ഏതെല്ലാമാണ്? ദ്രാവകം എന്ന് വെച്ചാൽ വെള്ളമാണ് നിങ്ങളെ. ഈ വെള്ളം ഇപ്പം നമ്മൾ വെള്ളത്തിനകത്തിലോട്ട് ഉപ്പിട്ടു
നിങ്ങളത് മനസ്സിലാക്കണം. ഉപ്പിട്ടു, അപ്പം അതെന്തുമായി? ഉപ്പ് വെള്ളമായിട്ട് മാറിയില്ലേ? അതായത് ഇവിടെ സാൾട്ട് വാട്ടർ എന്ന് വെച്ചാൽ ഉപ്പ് വെള്ളം അല്ലേ. അതുപോലെ തന്നെ വെള്ളത്തിനകത്തുള്ളൊരു പഞ്ചസാര ഇട്ട് കൊടുത്താൽ എന്താ? അത് ഷുഗർ സൊല്യൂഷനായി, പഞ്ചസാര ലായനിയായി. പൊട്ടാസ്യം പെർമാംഗനേറ്റ് വെള്ളം ഒഴിച്ചാലോ? പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനിയായി. സാൾട്ട് ഷുഗർ ഉപ്പും പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്താലോ? ഇതെല്ലാം എന്താ? വെള്ളമായിട്ട് അങ്ങ് മാറുക. ഖരമാണ് നമ്മളീ പറഞ്ഞ, ഇപ്പോൾ ഉപ്പെന്ന് പറയുന്ന ഒരു ഖരവസ്തുവാണ്. അത് ചൂടാക്കി അത് വെള്ളം ഒഴിക്കുമ്പോൾ എന്താണ്? അത് ലിക്വിഡായിട്ട് അങ്ങ് മാറി അല്ലേ. അതൊക്കെ ഒന്ന് ഓർത്തോണ്ടേ കുഞ്ഞുങ്ങളെ. ദ്രാവകത്തിൽ ഖരവസ്തു അലിഞ്ഞു ചേർന്ന മിശ്രിതങ്ങൾ. ചോദ്യം നല്ലതുപോലെ കേൾക്കണം. ദ്രാവകം എന്ന് വെച്ചാൽ വെള്ളം എന്ന് ഓർത്തോണം. ഈ വെള്ളത്തിലോട്ട് നമ്മൾ ഖരവസ്തു എന്ന് വെച്ചാൽ കട്ടിയുള്ള വസ്തു. ഇപ്പോൾ ഉപ്പെന്ന് പറയുന്നത് നമ്മൾ എന്താ ഉപ്പ് അറിയത്തില്ല, അത് എടുത്ത് നമ്മൾ വെള്ളത്തിലോട്ട് ഇട്ടുമ്പോൾ ആ വെള്ളമായിട്ട് അലിഞ്ഞു പോകുന്നു അല്ലേ. പഞ്ചസാര കേട്ടോ, പൊട്ടാസ്യം പെർമാംഗനേറ്റ്. ഇനി ഉപ്പും പഞ്ചസാരയും കൂടെ വെള്ളത്തിൽ ഇട്ട് കൊടുത്താലും എന്താ? അത് അലിഞ്ഞ് വെള്ളമായിട്ട് മാറുന്നു. അപ്പോൾ ചോദ്യം നല്ലതുപോലെ കേട്ടിട്ട് വേണം ഉത്തരം എഴുതാൻ. അപ്പോൾ ഉപ്പ്, സാൾട്ട് വാട്ടർ, ഷുഗർ സൊല്യൂഷന്, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, സാൾട്ടും ഷുഗറും കൂടെ ഉള്ള സൊല്യൂഷൻ, ഇതൊക്കെ ഇതുണ്ട് കേട്ടോ. അടുത്ത 2 ഖരവസ്തുക്കൾ ചേർന്ന മിശ്രിതങ്ങൾ. 2 ഖരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ പറയാം. ഇപ്പോൾ ഉപ്പും പിന്നെ പഞ്ചസാരയുടെയും കാര്യം പറഞ്ഞു, അത് 2 ഖരവാ അല്ലേ. ഈ 2 ഖരവസ്തുക്കൾ ചേർന്ന്, അല്ലെങ്കിൽ ഇതിനകത്ത് വേറെ കുറേ തന്നിട്ടുണ്ടോ നിങ്ങളുടെ? ബംഗാൾ ഗ്രാം തന്നിട്ടുണ്ട് അല്ലേ, പാടി നെല്ല് തന്നിട്ടുണ്ട്. ഇത് 2 കട്ടിയുള്ളവയാ അല്ലേ. കടല അല്ലേ, കടലയും നെല്ലും എന്താ പെട്ടെന്ന് വെള്ളത്തിലോട്ടിട്ട് അലിഞ്ഞു പോകുന്നതാണോ? അല്ല. അപ്പം അങ്ങനെ ഒരു ചോദ്യം ഇത്. 2 ഖരവസ്തുക്കൾ ചേർന്ന മിശ്രിതങ്ങൾ. ദേ ആർ മിക്സ്ചർ ഓഫ് 2 സോളിഡ്. ബംഗാൾ ഗ്രാമും പാടി ഗ്രാമും അല്ലേ. പാടി മിക്സ്ചർ കേട്ടോ. ആ ചോദ്യം നല്ലതുപോലെ കേൾക്കണേ. ദേ അതെങ്ങനെ ചോദ്യം അതിനകത്തുണ്ടല്ലോ. ഓക്കെ, ഉണ്ട്. ബംഗാൾ ഗ്രാമും പാടി മിക്സ്ചറും കേട്ടോ. ഇനി ഒന്നിൽ കൂടുതൽ ഖരവസ്തുക്കൾ ദ്രാവകത്തിൽ ഉണ്ടെങ്കിൽ, ഒന്നിൽ കൂടുതൽ ഖരവസ്തുക്കൾ ദ്രാവകത്തിൽ ലയിച്ചു ചേരുന്ന മിശ്രിതങ്ങൾ. ഒന്നിൽ കൂടുതൽ ഖരമായിട്ടുള്ള വെച്ചാൽ കട്ടിയുള്ള വസ്തുക്കൾ ദ്രാവകത്തിൽ ലയിച്ചു ചേരുന്ന മിശ്രിതങ്ങൾ ഏതല്ല? ഇപ്പം നമ്മൾ പറഞ്ഞു പൊട്ടാസ്യം പെർമാംഗനേറ്റ്, ഉപ്പ് അല്ലേ. ഉപ്പ് ഇത് വെള്ളത്തിൽ ലയിച്ചാൽ, ഉപ്പും പൊട്ടാസ്യം പെർമാംഗനേറ്റും എന്താ ഖരമായിട്ടാണ് പറയുന്നത്, വെള്ളത്തിൽ ലയിച്ചു പോകുന്നു. അതുപോലെ നമ്മൾ ഷുഗറും സാൾട്ടിൻ്റെയും കാര്യം പറഞ്ഞു കേട്ടോ. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എഴുതാം, ഇത് തന്നെ എഴുതണമെന്നൊന്നുമില്ല. തുരിശ് ലായനിയുടെ കാര്യം പറയുന്നുണ്ട്. പൊട്ടാസ്യം പെർമാംഗനേറ്റും തുരിശും എന്താണ്? വെള്ളത്തിൽ അലിഞ്ഞ് ചേരുന്ന വയാണ് കേട്ടോ. 11. അടുത്ത 12ാമത്തെ ചോദ്യം. ഇത് ഈ ടെസ്റ്റിലെ ഈ പറഞ്ഞ ഓരോന്നുമാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് പറഞ്ഞത് കേട്ടോ. ചോക്ക് പൗഡർ ഇതിനകത്ത് തന്നെ എല്ലാത്തിലും ഓരോന്ന് വീതം കൊടുത്തിട്ടുണ്ട്. ഇനി തൊട്ടിപ്പുറത്തെ പേജിനകത്തിലേ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യമുണ്ടോ ഇല്ലെങ്കിൽ അതാണ് ഈ നോട്ട്. സൊല്യൂഷൻ എന്നാൽ എന്താണ്? ലായനികൾ എന്നാൽ എന്താണ്? സൊല്യൂഷൻ നല്ലപോലെ അറിയണേ. ഒരു പദാർത്ഥം മറ്റൊന്നിൽ ലയിച്ച് ചേർന്നിട്ടുള്ള മിശ്രിതങ്ങളാണ് ലായനികൾ എന്ന് പറയുന്നത്. ഇത് നമ്മൾ നേരത്തെയുള്ള ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഒരു പദാർത്ഥം, അതായത് നമ്മളിപ്പോൾ വെള്ളത്തിനകത്തിലോട്ടേക്ക് ഇപ്പോൾ കംഫർട്ട്, സ്റ്റിഫാൻ ഷൈന്, ഉജാല ഇങ്ങനെയൊക്കെ ഒഴിക്കുന്നത് നമ്മൾ കാണുന്നില്ലേ അല്ലെ, നമ്മൾ ഒഴിക്കുന്നില്ലേ. അപ്പം ആ ഒഴിക്കുമ്പോൾ അതെന്തായിട്ട് മാറി? ഇപ്പം ഒരു പാത്രത്തിലോട്ട് നമ്മൾ കംഫർട്ട് ഇട്ട് കൊടുക്കുക അല്ലെ സ്റ്റിഫാൻ ഷൈൻ ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ വെള്ളമായിട്ട് അതങ്ങ് മിക്സ് ആവും അല്ലേ. ഒരു പദാർത്ഥം, ഏതെങ്കിലും ഒരു പദാർത്ഥം, ഇപ്പം ഞാൻ പറഞ്ഞ കംഫർട്ട് തന്നെ ഇട്ടോ കുഞ്ഞുങ്ങളെ, അതാകുമ്പോൾ നിങ്ങൾക്കറിയാം തുണി കഴിയുമ്പോൾ അല്ലേ. ആ പദാർത്ഥം മറ്റൊന്നിൽ അല്ലെ പോട്ടെ വെള്ളത്തിനകത്തിൽ ഉപ്പിട്ട് കൊടുക്കുക അല്ലേ, മറ്റൊന്നും ആ ഉപ്പ് എന്താ വെള്ളവുമായിട്ട് അങ്ങ് ലയിച്ച് ചേർന്ന് കഴിഞ്ഞാൽ എന്താ അങ്ങനെ ആവുന്ന ആ മിശ്രിതത്തിന് പറയുന്ന പേരാണ് ലായനി, സൊല്യൂഷൻ. മിക്സ്ചർ ഇൻ വിച്ച് വൺ സബ്സ്റ്റൻസ് ഡിസോൾവ് ഇൻ അനദർ ആർ സൊല്യൂഷൻസ്. അപ്പോൾ എന്താ ഈ സൊല്യൂട്ട് എന്ന് വെച്ചാൽ ഇപ്പം ഈ 3 പേര് അറിയണം കേട്ടോ. എന്താ? സൊല്യൂട്ട്, സോൾവെന്റ്, സൊല്യൂഷൻ. ഈ 3 പേരും അറിയണം. അപ്പോൾ ചോദിക്കും എന്താ ഈ സൊല്യൂട്ട്? ലീനം എന്നാവും നിങ്ങൾ അതിൻ്റെ മലയാളം. ലീനം, ലയിച്ച് ചേരുന്ന പദാർത്ഥമാണ് ലീനം. ദ സബ്സ്റ്റൻസ് ദാറ്റ് ഡിസോൾവ് ഇൻ ദ സൊല്യൂട്ട്. ലയിച്ച് ചേരുന്നത്, ഇപ്പം നമ്മൾ പറഞ്ഞു ഉപ്പ് വെള്ളത്തിലിട്ടാൽ അവിടുത്തെ ലീനം അല്ലെങ്കിൽ സൊല്യൂട്ട് എന്ന് പറയുന്നത് ഉപ്പാണ്. കാരണം എന്താ? അത് അങ്ങോട്ട് ഇട്ടപ്പോൾ ലയിച്ച് ചേർന്നു അല്ലേ. ഉപ്പ് വെള്ളവുമായിട്ട് ലയിച്ച് ചേരുന്ന പദാർത്ഥമാണ് ലീനം അല്ലെങ്കിൽ സൊല്യൂട്ട്. ഇനി അത് ഏതിലാണോ ലയിക്കുന്നത്, നമ്മൾ വെള്ളത്തിലല്ല ഇട്ട് കൊടുക്കുന്നത്, ഏതിലാണോ ലയിക്കുന്നത് ആ പദാർത്ഥമാണ് ലായകം അല്ലെങ്കിൽ സോൾവെന്റ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ? ഇച്ചിരി വെള്ളത്തിലോട്ട് ആ വെള്ളം അവിടുത്തെ എന്താണെന്നാ പറയുന്നത്? വെള്ളം അവിടുത്തെ സോൾവെന്റ് ആണ്, ലായകം. ആ വെള്ളത്തിലോട്ട് നമ്മൾ എന്താണോ ഇട്ട് കൊടുക്കുന്നത് അത് സൊല്യൂട്ട്. സൊല്യൂട്ടിൻ്റെ മലയാളം ലീനം കേട്ടോ. സൊല്യൂട്ട് ഇത് രണ്ടും കൂടി ചേർന്ന്, അതായത് സോൾവെന്റും സൊല്യൂട്ടും കൂടെ ചേർന്നാണ് സൊല്യൂഷൻ ഉണ്ടാകുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, തിരിഞ്ഞു പോകരുത്.
നമ്മൾ ഈ ഒരൊറ്റ എക്സാമ്പിൾ നോക്കിയാൽ മതി. ഉപ്പ് വെള്ളം എന്നുള്ളത്, ആ വെള്ളം എന്ന് പറയുന്നതാണ് അവിടുത്തെ സോൾവെൻറ്റ്. നമ്മൾ ഗ്യാസിൽ അടപ്പയിൽ വെള്ളം വെച്ച് തിളപ്പിക്കുക, മനസ്സിലായോ? ദ സബ്സ്റ്റൻസ് ഇൻ വിച്ച് ഡിസോൾവ്ഡ് ഇൻ ദ സോൾവെൻറ്റ്, ഏതിലാണോ ലയിക്കുന്നത്, അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ വെള്ളം അല്ലേ, അതിലോട്ട് നമ്മൾ സൊല്യൂട്ട് ഇട്ട് കൊടുക്കുക. സൊല്യൂട്ട് എന്ന് വെച്ചാൽ എന്താ? ലയിക്കാനുള്ള വസ്തു അല്ലേ, ലയിച്ചു ചേരുന്ന പദാർത്ഥം. നമ്മൾ ഉപ്പിട്ട് കൊടുത്തു, ആ ഉപ്പ് അവിടുത്തെ സൊല്യൂട്ടാണ് അല്ലേ, ആ വെള്ളം അവിടുത്തെ സോൾവെൻ്റാണ്. ഈ ഉപ്പും വെള്ളവും കൂടെ ചേരുന്നത് അവിടുത്തെ എന്താണ്? സൊല്യൂഷനാണ് കേട്ടോ. ലീനവും ലായകവും ചേർന്നാണ് ലായനി ഉണ്ടാകുന്നത്. സോൾവെൻ്റ് ആൻഡ് സൊല്യൂട്ട് ടുഗദർ മേക്ക് എ സൊല്യൂഷൻ. ഒരെണ്ണോട് പറയാം കുഞ്ഞുങ്ങളെ, 15 ക്വസ്റ്റ്യൻ ആണ്. ഒന്നിലധികം വസ്തുക്കൾ ചേർന്നുണ്ടാകുന്ന പദാർത്ഥങ്ങൾ മിശ്രിതങ്ങൾ എന്നാണ് പറയുന്നത്. സബ്സ്റ്റൻസ് ഫോംഡ് ബൈ കമ്പൈനിങ് മോർ ദാൻ വൺ സബ്സ്റ്റൻസ് ആർ മിക്സ്ചർ. അപ്പോൾ ഈ 15 ക്വസ്റ്റ്യൻ ആൻസറും വൃത്തിയായിട്ട് എഴുതിയെടുക്കുക. എഴുതിയെടുത്തിട്ട് കമൻറ്റ് പറയണേ കുഞ്ഞുങ്ങളെ കേട്ടോ. മനസ്സിലാവുന്നുണ്ടെങ്കിൽ മനസ്സിലാവുന്നുണ്ടെന്ന് പറയണം കേട്ടോ. അതുപോലെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണേ. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക് യു.